ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ രോഹിത്തിൻ്റെയും ഹരിയുടെയും കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ബാലചന്ദ്രൻ നടത്തുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ദിവസം ബാലചന്ദ്രനോട് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ നമുക്ക് ആ കുട്ടീനെ ഒന്ന് കാണണ്ടേ, ശരണ്യെ, അവളോടൊന്ന് സംസാരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമ്മളെയൊക്കെ അവിടെ കയറ്റോ, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടെ അരിശം കൂടെയുള്ളൂ, നമ്മളെയൊക്കെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിലായിരിക്കും ചിലപ്പോൾ അവരിയ്ക്കുന്നത്. രോഹിത്തിന്റെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിക്ക് അപ്പുറം നമ്മളെ കയറ്റുന്നുണ്ടാവില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എനിക്ക് എന്തായാലും ശരണ്യെ ഒന്ന് കാണണം, ശരണ്യോട് സംസാരിക്കണം, എന്താ ഉണ്ടായതെന്ന് അറിയണം. രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ നമുക്ക് രക്ഷിക്കണ്ടേ, അതല്ലെങ്കിൽ അവൻ ശിക്ഷ അനുഭവിച്ചോട്ടെ. എന്തായാലും ആ കുട്ടിയെ കണ്ട് ആ കുട്ടീനെ ഒന്ന് സമാധാനിപ്പിക്കണ്ടേ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തായാലും ഒറ്റയ്ക്ക് പോണ്ട, നിന്നെ ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇവിടെ എങ്ങനത്തെ ആൾക്കാരാണ്, അവരെങ്ങനെ പ്രതികരിക്കുക ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ വരാം, അല്ലെങ്കിൽ ഗോവർദ്ധനെ വിടാം. അപ്പൊ അലീന പറയുന്നുണ്ട്, വേണ്ട അച്ഛ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, ഞാൻ എന്നാ പോകുന്നതെന്ന് പോലും അച്ഛനോട് പറയില്ല. അച്ഛൻ എനിക്ക് സമ്മതം മാത്രം തന്നാൽ മതി. എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ ആ ശരണ്യയുടെ വീട്ടിൽ പോയി ശരണ്യയെ കാണും, അവരോടൊക്കെ സംസാരിക്കും. അവരെങ്ങനെയൊക്കെ പ്രതികരിച്ചാലും അതൊക്കെ താങ്ങാനുള്ള ശക്തി എനിക്കുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. ഗോവർദ്ധനും വരണ്ട, ഞാനും വരണ്ടെങ്കിൽ നീ കൃഷ്ണമോളെ കൂട്ടി പോയിക്കോ, എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. വേണ്ട അച്ഛാ, എന്റെ മനസ്സിൽ ഒരാളുണ്ട്, ആ ധൈര്യം മാത്രം മതി എനിക്ക്. എനിക്ക് ഒറ്റയ്ക്ക് പോണം. ഒറ്റയ്ക്ക് പോയാലാണ് ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ എത്തുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചതൊക്കെ സംസാരിക്കാനും അതിനൊക്കെ ഒറ്റയ്ക്ക് പോയാലേ പറ്റുള്ളൂ. എന്റെ കൂടെ ഒരാളുണ്ട്, അയാൾ എനിക്ക് എല്ലാ ധൈര്യവും തരും. ആ ധൈര്യം മാത്രം മതി എനിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ റിസ്കിലാണ് നീ പോയിട്ട് വരുന്നത്. വേ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടപെടും. അതൊക്കെ ആലോചിച്ചിട്ട് വേണം നീ പോവാന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ആയിക്കോട്ടെ അച്ഛൻ, എനിക്ക് സമ്മതം മാത്രം തന്നാ മതി. എന്നാണ് പോകുന്നത് പോലും ഞാൻ അച്ഛനോട് പറയില്ല. ഞാൻ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. ആ, എന്താ നിനക്ക് ഇഷ്ടം, നിന്റെ ഇഷ്ടം പോലെ എന്താച്ചാ ചെയ്തു എന്ന് ബാലചന്ദ്രൻ സമ്മതം മൂടുന്നുണ്ട്. ബാലചന്ദ്രൻ അറിയാം, അലീനയ്ക്ക് അലീന മാത്രം മതി. അലീനയുടെ ഉള്ളിലുള്ള ഈശ്വരനാണ് അവളുടെ ധൈര്യം, അവളുടെ മനക്കരുത്ത്. അതുകൊണ്ട് അവൾ ചിന്തിച്ച കാര്യങ്ങൾ അവൾ അതുപോലെ തന്നെ നടപ്പിലാക്കും. അലീനയുടെ ഒറ്റ ധൈര്യത്തിലാണ് ബാലചന്ദ്രൻ ഇങ്ങനെ നടക്കുന്നതും ഇങ്ങനെ എല്ലാവരോടും പെരുമാറുന്നതും ഒരു ധൈര്യം സംഭരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ അലീനയെ കണ്ടിട്ടാണ്. അലീനയുടെ പ്രചോദനം കാരണമാണ്, അല്ല അലീനയുടെ മോട്ടിവേഷൻ കാരണമാണ് ബാലചന്ദ്രൻ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നതൊക്കെ. അങ്ങനെ ആരോടും പറയാതെ ഒരു ദിവസം അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ വക്കീലിനെ കാണാൻ വേണ്ടി പോയ ആ സമയത്താണ് ആരോടും പറയാതെ അലീന ആ വീട്ടിൽ നിന്ന് പോകുന്നത്. ബാലചന്ദ്രൻ തിരിച്ചെത്തുന്നതിന് മുന്നേ വരും വേണം എന്നുള്ള വിചാരത്തിലാണ് അലീന പോകുന്നത് കേട്ടോ. പക്ഷെ അലീനയ്ക്ക് അവിടെ എത്തുമ്പോൾ നേരിടേണ്ടി വന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അലീനയെ അവിടെ കാത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് അലീന ശരണ്യയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ശരണ്യയുടെ വീട് എന്ന് പറഞ്ഞ ഒരു കോളനിയാണ് കേട്ടോ. ആ കോളനിയുടെ പകുതി എത്തിയപ്പോൾ ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അവിടെ നിർത്തി, ഇനി അങ്ങോട്ട് പോവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തി. അങ്ങനെ അവരങ്ങനെ പോകുന്നുണ്ട്. ആ ഓട്ടോക്കാരന് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു ഓരത്ത് വണ്ടി നിർത്തി. എന്താണ് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓട്ടോറിക്ഷ അവളൊരു കുറച്ച് ദൂരം നിർത്തിയിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ് കേട്ടോ. ഇവിടെ വന്നിറങ്ങിയതും പലരും പല വശത്ത് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഓരോ വീട്ടിൽ നിന്നും ആളുകൾ എത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീട്ടിലേക്ക് അലീന കയറി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശരണ്യയുടെ വീട് എവിടെയാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ, ആരാന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ശരണ്യയോടൊന്ന് സംസാരിക്കണം. ഏതാ വീടെന്ന് ചോദിക്കുമ്പോൾ ഒരു വീട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, ഏതാ, ആ ഓട്ടോറിക്ഷ നിൽക്കുന്ന വീടാണോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതല്ല, അതിന്റെ തൊട്ട് ബാക്കിലുള്ള വീടാണെന്ന് പറയുന്നുണ്ട്, തൊട്ടപ്പുറത്തുള്ള വീടാണെന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ വീടുകളുടെ മുന്നിൽ തന്നെ ഒരു അഴുക്കുചാലുണ്ട് കേട്ടോ. അഴുക്കുചാലുണ്ട്, അതിന്റെ മേലെ കൂടെ ഒരു കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അലീന സ്ലാബിലൂടെ നടന്ന് ആ വീട്ടിന്റെ ഉമ്മറത്തെത്തുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് പ്രായം ചെന്ന പുരുഷന്മാരും ഒക്കെ നിന്ന് വട്ടം കൂടി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ ഇവൾ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ശരണ്യയുടെ വീടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രായമായ ആളെ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരാ, എന്താണ്,
ശരണ്യെ അറിയുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മടിച്ച് അലീന പറയുന്നുണ്ട് എന്റെ പേര് അലീന എന്നാണ്. അപ്പൊ എവിടുന്നാണെന്ന് വരുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നെടുമ്പുരയ്ക്കൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. നെടുമ്പുരയ്ക്കൽ സ്വർണ്ണക്കടയുള്ള സ്വർണ്ണക്കടയൊക്കെയുള്ള ബാലചന്ദ്രൻ സാറിന്റെ വീട്ടിൽ നിന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെ എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞതും ആരാ എന്താ എന്നൊന്നും ചോദിക്കാതെ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് അലീനയെ പൊതിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൊറേ ചീത്ത പറയുന്നുണ്ട്. നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നത്? നിന്റെ അനിയൻ ചെയ്ത തെറ്റിന് മാപ്പ് പറയാനോ അതോ അവന്റെ പേരിലുള്ള കുറ്റം ഇല്ലാതാക്കാനോ കള്ളസാക്ഷി പറയാനോ അവനെ രക്ഷിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കുമല്ലേ നീ ഇവിടേക്ക് വന്നത്? ഇനി എന്തിനാ അവളെ കാണുന്നത്? അവളെ പിച്ച് ചീന്തിയില്ലേ നിങ്ങൾ എല്ലാവരും കൂടി? അവളുടെ ജീവിതം നശിപ്പിച്ചില്ലേ? അവളുടെ ഭാവി ഇല്ലാതാക്കിയില്ലേ? എന്നിട്ട് ഇങ്ങോട്ട് വരാൻ നിനക്ക് നാണല്ലേടി? അങ്ങനെയൊക്കെ പല ഭാഗത്തുനിന്നും പലരും തെറി വിളിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ അലീന കേൾക്കുന്നുണ്ട്. പക്ഷെ അലീന അതൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണ് വന്നത്. പക്ഷെ അലീനെ പ്രതീക്ഷിച്ചതിനും കൂടുതൽ അവിടെ നടക്കട്ടോ. അലീനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു, പുരുഷന്മാരും ഉണ്ടാവും ട്ടോ. ആ ശരണ്യെ ഒന്ന് കാണാനോ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പോലും അവൾക്ക് കഴിയില്ല. അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറാൻ നോക്കും. അവളുടെ മുടി പിടിച്ച് വലിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. 2-3 അടിയൊക്കെ അലീനയ്ക്ക് കെട്ടുന്നുണ്ട് ട്ടോ. അങ്ങനെ അലീനയുടെ ബാഗൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ബാഗൊക്കെ അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിയുന്നുണ്ട് ട്ടോ. അലീനയുടെ വസ്ത്രങ്ങൾ അവിടെ ഇവിടേക്കായി കീറുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടി നിന്ന് ഒരാൾ വന്നിട്ട്, അതായത് ശരണ്യയുടെ 2 ചേട്ടന്മാരുണ്ട്. അതിൽ ഒരാൾ വന്നിട്ട് അലീനയുടെ മേത്തുകൂടെ മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് അലീനയെ കത്തിക്കാനുള്ള ശ്രമം വരെ നടത്തുന്നുണ്ട് ട്ടോ. അപ്പൊ മൊത്തം മണ്ണെണ്ണ ഒഴിച്ചൊക്കെ നിർത്തിയിട്ടുണ്ടായിരിക്കും. ആ ബഹളങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിലെ ഒരാൾ കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ ഓട്ടോറിക്ഷ ഷാജി ആയിരിക്കും ട്ടോ. ആ തൊട്ടപ്പുറത്ത് ഓട്ടോ നിൽക്കുന്ന വീട് ഷാജിയുടെ വീടായിരിക്കും. ഷാജി അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ട്ടോ. അപ്പൊ ഈ ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ കഴിക്കല് പകുതി നിർത്തി ഷാജി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ട്ടോ. ആ നോക്കുന്നിടയിൽ മണ്ണെണ്ണയിൽ കുളിച്ച് നിൽക്കുന്ന അലീനേനെ ഷാജി കാണാണ് ട്ടോ. കണ്ടതും ഷാജി വേഗം ആ വീട്ടിലേക്ക് കയറി ചെന്ന് അലീനയുടെ ദേഹത്തേക്ക്, അതായത് തീപ്പെട്ടി തീപ്പെട്ടി കത്തിച്ച് അലീനയുടെ അടുത്തേക്ക് വരുന്ന ആളുടെ കൈ വേഗം പിടിച്ച് അത് തട്ടി എറിഞ്ഞ് കളയുന്നുണ്ട് ട്ടോ ഷാജി. അപ്പോഴാണ് അലീന ഷാജിയെ നോക്കുന്നത്. എന്നിട്ട് ഷാജി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾക്ക് ഇതിനൊക്കെ ആരാ ലൈസൻസ് തന്നത്? ഒരു പെൺകുട്ടീനെ ഇങ്ങനെ പച്ചയ്ക്ക് കത്തിക്കാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? എന്തൊക്കെയാ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്? ഇതിനൊക്കെ ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരുന്ന എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, ഷാജി നീ ഇതിൽ ഇടപെടണ്ട, ഇത് നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. അപ്പൊ ഷാജി പറയും, ആരായാലും ഇടപെടും. എന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ട കാര്യമാണ് വെച്ചാൽ ഞാൻ ഇടപെടും. നിങ്ങൾ എന്ത് ധരിച്ചിട്ടാണ് ഈ പെണ്ണിന്റെ മേത്ത് ഇങ്ങനെ കാട് കയറുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ ഇവളോട് കാണിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ പെങ്ങൾക്ക് സംഭവിച്ചത് ഇവൾക്ക് സംഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ശരണ്യയുടെ സഹോദരന്മാരോട് ചോദിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ അതിലൊരാൾ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് മാറി നിൽക്ക് ഷാജി, ഇത് ഞങ്ങളുടെ പെങ്ങളുടെ കാര്യമാണ്. അവളെ നശിപ്പിച്ചവന്റെ പെങ്ങളാണ് ഈ നിൽക്കുന്നത്. ഇവൾക്കും ആ ഗതി വരട്ടെ. ഇവളെ ഞങ്ങൾ ഇവിടുന്ന് എന്തായാലും ജീവനോടെ പറഞ്ഞയക്കില്ല പറഞ്ഞിട്ട് അലീനയുടെ ദേഹത്തേക്ക് വീണ്ടും വരുന്നുണ്ട് ട്ടോ. അപ്പോ ഷാജി അവന്റെ ചെവിട്ടത്തേക്ക് നോക്കിയിട്ട് ഒരടി കൊടുത്തിട്ട് അവനെ ഉന്തിയിടുന്നുണ്ട് ട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് പിൻവലിയുന്നുണ്ട്. എന്നിട്ട് ഷാജി പറയുന്നുണ്ട്, നിങ്ങൾ ആരാ എന്താ ഒന്നും അന്വേഷിക്കാതെ ഈ കുട്ടീനെ ഇങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവൾ ആരാന്ന് വിചാരിച്ചിട്ടാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ആ നിങ്ങളുടെ അനിയത്തിനെ നശിപ്പിച്ചതിന്റെ പെങ്ങളാണ് ഇവളെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ കടുങ്കൈയൊക്കെ ഈ കുട്ടിയോട് ചെയ്യുന്നത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇവൾ ആ വീട്ടിൽ വെറും ജോലിക്കാരി മാത്രാണ്. എന്നിട്ട് അലീന മുന്നേ ഷാജിയുടെ ഓട്ടോറിക്ഷയിൽ കയറി അലീന ഇങ്ങനെ അവൾക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ അനാഥാലയങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അലീനയോട് ഒരു അനുകമ്പയൊക്കെ ഷാജിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷാജി ആദ്യം മുതൽ ഇവളെ കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ ആ നാട്ടുകാരോട് വിശദീകരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ എല്ലാവർക്കും അലീനയോട് ചെയ്തത് മോശമായി പോയി. ആരാ എന്താന്ന് പോലും ഒന്ന് അന്വേഷിക്കാതെ പെട്ടെന്ന് അവളോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവര് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ വിഷമാവുന്നുണ്ട്. അങ്ങനെ ഷാജി വേഗം ഷാജിയുടെ പെങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അലീനേനെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന ആകെ തകർന്നു പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. കരച്ചിലടക്കാനൊന്നും അലീനയ്ക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ വേഗം ഷാജിയുടെ പെങ്ങൾ വന്ന് ഇവൾക്ക് മാറാൻ വേറൊരു വസ്ത്രമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അലീന കുളിയൊക്കെ കഴിഞ്ഞ് വേറെ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഷാജിയുടെ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഷാജി പറയും, എന്തായാലും ഇരിക്കുക, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എവിടേക്കാ പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കി തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, വേണ്ട ഞാൻ പൊയ്ക്കോളാന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ പറ്റില്ല,
ഭക്ഷണം കഴിച്ചിട്ടേ പോവാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ ഇരിക്കുന്നു പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന കരയാൻ തുടങ്ങിട്ടോ. എന്തിനാ ഇപ്പൊ കരയുന്നത്? അതൊക്കെ നടക്കും, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യണം. എല്ലാത്തിനുള്ള ധൈര്യമുള്ള ആളല്ലേ, പിന്നെ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അലീനേനെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അലീന അവിടെ ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. കരച്ചിലിങ്ങനെ വന്നുകൊണ്ട് കണ്ണിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. ഷാജു പറഞ്ഞു ഇരിക്കേ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പുൽപ്പായൊക്കെ വിരിച്ചിട്ട് അലീനേനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അലീന പറഞ്ഞു വേണ്ട, ഞാൻ പോയിട്ട് വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, മറ്റുള്ളവരെ കഴിപ്പിക്കാനുള്ള താല്പര്യം, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ കുറച്ചൊക്കെ കഴിച്ചു എന്ന് വരുത്തി കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷാജി എന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറ്റുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട് വേണ്ട, ഞാൻ വന്ന ഓട്ടോ അവിടെ സൈഡിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്, ഞാൻ അതിൽ പോയിക്കോളാം എന്ന് പറയുമ്പോൾ എന്നാ ശരി ഞാൻ അതുവരെ ആക്കി തരാം എന്ന് പറഞ്ഞ് പോകുമ്പോ ആ ഓട്ടോറിക്ഷക്കാരൻ ഈ ബഹളൊക്കെ കണ്ട് പേടിച്ചോടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ ഷാജി പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ക്ലിനിക്കിൽ ഇറക്കി മുറിയൊക്കെ ഡ്രസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴും അലീന പറയുന്നുണ്ട് വേണ്ട, ഞാൻ വീട്ടിൽ പോയി തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇതൊക്കെ ഒരു സഹോദരൻ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയെ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇവിടെ നിൽക്കൂട്ടോ, ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാന്ന് പറയുമ്പോൾ ഷാജി പറയുന്നുണ്ട് എനിക്ക് ചെയ്യുന്ന ജോലിക്ക് വൃത്തിയായിട്ട് ശമ്പളം ചോദിച്ചു മേടിക്കാൻ അറിയാം. ഇപ്പൊ ഞാനിത് ചെയ്തത് ഒരു കൂലി പ്രതീക്ഷിച്ചിട്ടൊന്നല്ല, അത്രയും കൂലി പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഗൗരവത്തോടെ ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീനയ്ക്ക് തോന്നി ചോദിക്കണ്ടായിരുന്നു, ഒരു കുറ്റബോധം അലീനയുടെ മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും തന്നെ രക്ഷിക്കാൻ ദേവദൂതനെ പോലെ അയാൾ എത്തിയല്ലോ, അയാൾ വന്നില്ലായിരുന്നെങ്കിൽ തന്നെ അവര് കൊന്നു കളഞ്ഞേനെ എന്ന് പോലും അലീന ചിന്തിച്ചു പോയിട്ടോ. അപ്പോഴും ഷാജി പറയുന്നുണ്ട്, ഷാജി ഓട്ടോറിക്ഷയിൽ വരുമ്പോ അലീനയ്ക്ക് കൊടുത്ത ഉപദേശങ്ങളോ കാര്യങ്ങൾ കൂടി അതായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഇന്ന് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരേണ്ട ആളല്ലായിരുന്നു, ഞാൻ പലപ്പോഴും ഹോട്ടലിൽ നിന്നാണ് കഴിക്കല്. ഇന്ന് എന്തോ എനിക്ക് വീട്ടില് പോയി ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി. ഞാൻ വീട്ടിലെത്തി ഒരു ഉരുള വായിലേക്ക് വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ ഈ ബഹളമൊക്കെ കേട്ടത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്നെ തോന്നിച്ചതും ദൈവമായിരിക്കാം എന്നൊക്കെ ഷാജി അലീനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അലീനയ്ക്ക് മനസ്സിലായി തന്നെ രക്ഷിക്കാനായിട്ട് ദൈവദൂതനായിട്ട് വന്ന ആളാണ് ഷാജി എന്നൊക്കെ അലീനയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന വീട്ടിലൊക്കെ പോയി വീട്ടിൽ പോയി കോണിംഗ് ബെല്ല് അടിക്കുമ്പോൾ തുറക്കുന്നത് കൃഷ്ണമോളായിരിക്കും കേട്ടോ. കൃഷ്ണമോള് കണ്ടതും അലീന ബാൻഡേജ് ഒക്കെ കെട്ടിയിട്ട് വരുന്നതാണ് കാണുക കേട്ടോ. കൃഷ്ണ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചേച്ചി, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കൃഷ്ണയോട് അലീന എല്ലാം പറയുന്നുണ്ട്, പക്ഷെ അച്ഛനോട് തുറന്നു പറയരുത് എന്നുള്ള ഒരു ഉറപ്പ് വാങ്ങി കൃഷ്ണയോടെല്ലാം അലീന പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ബാലചന്ദ്രൻ വരുന്നുണ്ട്. ബാലചന്ദ്രനോടും നിവർത്തിയില്ലാതെ അലീന എല്ലാം തുറന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാവാണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്